തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുയർന്നു. ഗവർണറുടെ കോലം കത്തിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, സംസ്ഥാനത്തെമ്പാടും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗവർണറുടെ കോലം യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ കത്തിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എത്രത്തോളം SFI പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്? അതോടൊപ്പം തന്നെ ജില്ലയിൽ മറ്റേതൊക്കെ കോളേജുകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്? ഗവർണർ സർവകലാശാലകളിൽ RSS നോമിനികളെ തിരികെ കയറ്റാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. കോഴിക്കോട് സർവകലാശാലയിലും സർവകലാശാലയ്ക്ക് കീഴിലുള്ള കലാലയങ്ങളിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് കലാലയങ്ങളിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഗവർണർ ഗോ ബാക്ക് വിളിച്ചുകൊണ്ടുള്ള ബാനറുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഗവർണർ ഇന്ന് SFI നേതാക്കളെ അടക്കം സംസ്ഥാന സർക്കാരിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം SFI പ്രവർത്തകർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയാണ്. ഇത് കേരളമാണെന്ന് ഓർക്കണം മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ബാനറുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, എന്താണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമാണ് ഇപ്പോൾ പ്രതിഷേധമുള്ളത്? മറ്റേതൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്? സിജു, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഇത്തരത്തിലുള്ള SFIയുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം അടക്കം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ നടന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തന്നെയാണ് ഈ കോളേജിന് SFIയുടെ നേതൃത്വത്തിൽ നടന്നത്. നിലവിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ പ്രതിഷേധമായി വന്ന വിദ്യാർത്ഥികൾ ബാനർ ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിക്കുകയായിരുന്നു. ശേഷം ഈ ബാനർ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഈ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിലും ഒപ്പം ഈ യൂണിവേഴ്സിറ്റി കോളേജിനൊപ്പം ഒപ്പം കേരള യൂണിവേഴ്സിറ്റിയിലേക്കും മാർച്ച് നടത്തുന്നതാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഗവൺമെന്റിന്റെ സംഘപരിവാർ ആശയങ്ങൾ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് SFI ഉയർത്തുന്ന ഒരു സന്ദേശം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലെ കലാലയങ്ങളിൽ ഉയരുന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ കലാപന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ SFIയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്ന് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇത് കേരളമാണെന്ന് ഓർക്കണം. കേരളത്തിലെ കലാലയങ്ങളെ കലാപന്തരീക്ഷത്തിലേക്ക് വിടാൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ സംഘപരിവാർ നോമിനികളെ കുത്തിനിറയ്ക്കാൻ കേരളത്തിലെ സർവകലാശാലകളിൽ സെനറ്റുകളിൽ കുത്തിനിറയ്ക്കാൻ അനുവദിക്കില്ല എന്ന ആഹ്വാനവും എന്ന പ്രതിഷേധവും മുദ്രാവാക്യം ഉയർത്തിയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും കേരളത്തിലെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലുള്ള കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ ഗവർണർ കോഴിക്കോട്ടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവിടേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് SFI ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ പരിപാടി അവിടെ നടക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്നും SFI പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളുമായി സുലേഖ ഒരിക്കൽ കൂടി ചേരുകയാണ്. സുലേഖ, നിലവിൽ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ മാർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതൊക്കെ കലാലയങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്? സുലേഖ, സിജു, ഗവർണറുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ ആശയങ്ങൾ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് SFI ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കോഴിക്കോട് കണ്ടതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാനർ അഴിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. പോലീസിന്റെ സഹായത്തോടെ ഗവർണർ ബാനറുകൾ അഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് PMRO, SFIയുടെ സംസ്ഥാന സെക്രട്ടറി PMRO വ്യക്തമാക്കിയതാണ് നാളെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ മൊത്തം
ഈ SFI ബാനറുകൾ ഗവർണർക്കെതിരായ ബാനറുകൾ ഉയർത്തുമെന്ന് CM മാസ്റ്റർ വ്യക്തമാക്കി. അത്തരത്തിൽ ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്തെ ഏകദേശം എല്ലാ കോളേജുകളിലും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജുകൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ ബാനറുകൾ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം SFI ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ ബാനർ ഉയർത്തുകയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പ്രതിഷേധ ധർണയായി യൂണിവേഴ്സിറ്റി കോളേജ് ആസ്ഥാനത്തേക്ക് കേരള സർവകലാശാല ആസ്ഥാനത്തേക്കാണ് SFIയുടെ മാർച്ച് നടക്കുന്നത്. വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പങ്കാളിത്തം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ ഗവർണറുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ സംഘപരിവാർവൽക്കരണം അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു തന്നെയാണ് SFIയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ഈ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് സുലേഖയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കലാലയങ്ങൾ എല്ലാ കലാലയങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഗവർണറുടെ കലാലയങ്ങളെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉയരുകയാണ്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ സർവകലാശാലയുടെ ആസ്ഥാനങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയരുകയാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ RSSന്റെ നോമിനികളെ സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെയാണ് SFIയുടെ അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നത്. സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാനത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ തരത്തിലുള്ള ഗവർണറുടെ നിലവിട്ടുള്ള പെരുമാറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഗവർണറുടെ നിലപാടുകൾക്കെതിരെ ഉയരുകയുമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സർവകലാശാല കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ്. അല്പം മുമ്പാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ ഗവർണറുടെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമായത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് കേരളമാണെന്ന് ഓർക്കണം, ഗവർണർ ഗോ ബാക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ബാനറുകൾ നാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഗവർണറുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവം പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. അതിന്റെ ഭാഗമായി SFI പ്രവർത്തകർ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ SFIയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് വിവരങ്ങളാണ് സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിക്കൊണ്ട്